ഒരു പ്രശസ്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ടുള്ള ആരിഫ് ഹുസൈൻ്റെ ഒരു പ്രസ്താവന കാണുന്നത് കഴിഞ്ഞ ദിവസം. ഒരു മതത്തെ ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടും അതിൻ്റെ പല കാര്യങ്ങളും ചോദ്യം ചെയ്തുകൊണ്ടും അദ്ദേഹം ഏത് മതത്തിൽപ്പെട്ട ആളാണെന്ന് എനിക്കറിയില്ല, അതൊരു മനുഷ്യനും അറിയില്ല. കാരണം മതത്തിനൊരു നേതൃത്വം ഇല്ല എന്നുള്ളതാണ്. ഒരു മതത്തിനും ഒരു നേതൃത്വം ഈ ലോകത്ത് എവിടെയില്ല. മതസംഘടനകൾക്കും ഗ്രൂപ്പുകൾക്കുമാണ് ഇവിടെ നേതൃത്വങ്ങളുള്ളത്. മനസ്സിലായില്ലേ? അത് മനുഷ്യനിർമ്മിതമാണ്. ഓരോ സംഘടനയും ഗ്രൂപ്പും മനുഷ്യനിർമ്മിതമാണ്. അതൊന്നും ഒരു മതത്തിൻ്റെ ബ്രാൻഡാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സംഘടനകളൊക്കെ പാസ്റ്റ് ടെൻസിലുള്ളൊരു ദൈവത്തെക്കുറിച്ച് ആണ് പറയുന്നത്. ഏതൊരു സംഘടനാ നേതാവ് നമ്മോട് എന്ത് പറയുമ്പോഴും ഈ പ്രസൻറ്റ് ടെൻസിൽ, ഈ നിമിഷത്തിൽ നമ്മുടെ ദൈവം നമ്മോടൊപ്പം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എന്നെക്കൊണ്ട് സംസാരിപ്പിക്കുന്നതും ആ ദൈവമാണ്. എൻ്റെ ഹൃദയം ഇപ്പോൾ മിടിക്കുന്നതും ആ ദൈവത്തിൻ്റെ ശക്തിയാണ്. എൻ്റെ ജീവൻ്റെ സ്പന്ദനങ്ങൾ അത് നിയന്ത്രിക്കുന്നതും ഈ നിമിഷത്തിലെ കറണ്ടായിട്ടുള്ള ദൈവമാണ്. ആ ഒരു ബോധ്യത്തോടെ വേണം നമ്മൾ ദൈവ വിശ്വാസങ്ങളെ സങ്കല്പിക്കാൻ. പ്രപഞ്ചത്തിൽ സത്യം ഒന്നേ ഉള്ളൂ. പക്ഷേ അതിനനുസരിച്ച് ഈ സത്യത്തെക്കുറിച്ച് മനുഷ്യ വ്യാഖ്യാനങ്ങൾ അത് പലതാണ്. ഈ സത്യത്തിന് വേണ്ടിയിട്ടുള്ള മനുഷ്യനിർമ്മിത സംഘടനകൾ വേറെയാണ്. പക്ഷേ ഈ സംഘടനകളും ഈ മതങ്ങളും എല്ലാം തന്നെ ഈ ഒരു സത്യത്തെ, ഈ നിമിഷത്തിൽ നാം അനുഭവിക്കുന്ന ഓരോ ജീവൻ്റെ സ്പന്ദനവും അനുഭവിക്കുന്ന ഈ സത്യത്തെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഉണ്ടാവുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഈ നിമിഷത്തെ യഥാർത്ഥ ദൈവത്തിന് നാം അനുഭവിക്കുന്ന നമ്മുടെ ശരീരത്തിൽ ഓരോ കോശങ്ങളും, നമ്മുടെ ശരീരത്തിലെ എനർജിയും, ഈ പ്രപഞ്ചത്തിൻ്റെ എനർജിയും, ഈ പ്രപഞ്ചത്തിൻ്റെ ഈ ഒരു അടുക്കും ചിട്ടയും, അതിൻ്റെ ഓരോ ചലനങ്ങളും സ്പന്ദനങ്ങളും നിയന്ത്രിക്കുന്ന ഈ നിമിഷത്തിലെ സത്യമായിട്ടുള്ള ദൈവത്തെ ഈ നിമിഷം നാം അറിഞ്ഞുകൊണ്ട്, അനുഭവിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളത്. തീർച്ചയായിട്ടും ഓരോ മതങ്ങളും കാണിക്കുന്ന നിയമവ്യവസ്ഥകൾ അതിനനുകൂല. ഇപ്പം ഞാൻ നിസ്കരിച്ച് വരികയാണ്. ആ നിസ്കാരം എന്നെ ഈ നിമിഷത്തെ ദൈവത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ആവണം. ഈ പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളിലൂടെ, ഈ നമ്മുടെ ഈ ജീവൻ്റെ ഈ വിശാലതയിലൂടെ ഊന്നിക്കൊണ്ട് ഈ നിമിഷം നമ്മുടെ കരുത്തും ബലവുമായിട്ട് നമ്മുടെ വിശ്വാസം മാറണം. അപ്പം അവിടെ തർക്കത്തിനിടയില്ല. ഒരു മനുഷ്യരൂപം ആവരുത് നമ്മുടെ മുമ്പിൽ ഈ ദൈവത്തിന് കൊടുക്കുന്നൊരു വ്യാഖ്യാനം. അത് പല സംഘടനകളും അങ്ങനെയൊക്കെ കാണിച്ചു തരും. പല മതങ്ങൾ എന്ന് പറഞ്ഞുകൂടാ. ദൈവം ഈ നിമിഷം നമ്മൾ അനുഭവിക്കുന്നു. അത് നിങ്ങൾ എന്ത് പ്രാർത്ഥന എന്തൊക്കെ ചെയ്യുമ്പോഴും അത് നിങ്ങൾ അനുഭവിക്കുന്നു. അതിന് സംഘടനകൾ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ നൽകുന്നു. കാരണം ഈ സംഘടനകളെ നിങ്ങൾ ആ ദൈവത്തിൻ്റെ ഈ നിമിഷം നാം അനുഭവിക്കുന്ന നമ്മുടെ ഓരോ ജീവൻ്റെ ഓരോ സ്പന്ദനവും അനുഭവിക്കുന്ന ദൈവം എന്ന സത്യത്തെ നമ്മുടെ ചിന്തകൾ, പല സംഘടനകൾ ഉണ്ടാകുന്നത് ഒരുപാട് മനുഷ്യരുടെ ചിന്തകളിൽ നിന്നാണ്, ഫിലോസഫിയിൽ നിന്നാണ്. ഫിലോസഫിക്കലുമായിട്ടുള്ള ദൈവവുമായി ഘടിപ്പിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങളിപ്പോൾ 5 നേരം നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ യോഗാസനം ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രാർത്ഥനകൾ ചെയ്യുന്നു. ആ പ്രാർത്ഥനകൾ ചെയ്യുന്നത് ഈ നിമിഷത്തെ നിങ്ങളുടെ ജീവനോടൊപ്പമുള്ള ഈ ദൈവിക ഊർജത്തിനോടായിരിക്കണം. അല്ലാത്തതാവണ്ട എന്നല്ല. കാരണം മനുഷ്യ സംഘടനകൾ ആ രൂപത്തിലുള്ള പ്രസൻറ്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും, പ്രസൻറ്റ് ടെൻസിൽ ഇല്ലാത്ത ദൈവത്തെ കാണിച്ചു തരുമ്പം, കഥകളിലെ ദൈവങ്ങളെ കാണിച്ചു തരുമ്പം, ഭാവിയിൽ ശിക്ഷ നൽകുന്ന ദൈവങ്ങളെ കാണിച്ചു തരുമ്പം അങ്ങനത്തെ ഒരു ആവശ്യമുണ്ട്. പക്ഷേ ഈ നിമിഷത്തെ ദൈവം പ്രവാചകന്മാരോടും ഗുരുക്കന്മാരോടും ഫിലോസഫിക്കലായിട്ട് പല കാര്യങ്ങളും സൃഷ്ടിച്ച മഹാത്മാക്കളോടും അവരുടെ ചിന്തകളിലേക്ക് ദൈവിക സങ്കല്പങ്ങൾ ഇട്ടുകൊടുത്ത ആ ദൈവം ഈ നിമിഷം നിങ്ങളുടെ മുമ്പിലെ യാഥാർത്ഥ്യമാണ്. മരണമില്ലാത്ത, ജനനമില്ലാത്ത യാഥാർത്ഥ്യം, എന്നും നിലനിൽക്കുന്ന യാഥാർത്ഥ്യം. അതെന്താണ്, അത് രൂപമാണ് എന്ന് വിശ്വസിക്കണമെന്നില്ല. അതൊരു കൊച്ചു ശക്തിയാണെങ്കിൽ പോലും
ഒരു ശൂന്യതയാണെങ്കിൽ പോലും അങ്ങനെ ഒരു പ്രതിഭാസം, അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള രൂപത്തിൽ നമ്മൾ സംസാരിക്കും. തീർച്ചയായിട്ടും ദൈവികത അവിടെ തർക്കിക്കപ്പെടേണ്ടതില്ല. കാരണം ദൈവികത നമ്മൾ ഈ നിമിഷം അനുഭവിക്കുന്നതാണ്. ഒരു യൂണിവേഴ്സൽ പ്ലാനിങ് ഇല്ല എന്ന് വിശ്വസിക്കാൻ അസാധ്യമാണ്. ഇപ്പം ഞാൻ ഫെലോഷിപ്പ് കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ന്യൂട്രീഷനും മറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും, ഇതെങ്ങനെ നമ്മുടെ ഓരോ കോശത്തിലേക്കും ഇതെത്തി, എങ്ങനെ ഇത് അടുക്കു ചുറ്റോടെ നിൽക്കുന്നു. ഒരു മൈറ്റോകോൺട്രിയയുടെ എനർജിയെക്കുറിച്ച് ചിന്തിക്കുമ്പം ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിനേക്കാളും ശക്തമാണ് ഒരു മനുഷ്യ ശരീരത്തിലെ മൈറ്റോകോൺട്രിയ. നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലുള്ള മൈറ്റോകോൺട്രിയ എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്, എല്ലാ സസ്യജാലങ്ങളിലും ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ, അല്ലേ? ജീവനുള്ള എല്ലാത്തിലും, മൃഗങ്ങളായാലും സസ്യങ്ങളായാലും സൂക്ഷ്മജീവികളായാലും അതിസൂക്ഷ്മജീവികളായാലും ഇതവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതിനൊക്കെ പിന്നിൽ അത്ര ചെറിയ മാസ്റ്റർ പ്ലാൻ ഒന്നും പോരാ, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒന്നും പോരാ, കമ്പ്യൂട്ടർ ടെക്നോളജി പോരാ, നമ്മുടെ ഇപ്പോഴുള്ള ശാസ്ത്രീയ സത്യങ്ങൾ പോരാ. അത്രക്കും മൈന്യൂട്ട് ലെവലിലേക്ക്, ഒരു മാക്രോ ലെവലിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ പ്രതിഷ്ഠിക്കാൻ യുക്തമായി നാം ചിന്തിച്ചാൽ, ഒരു യുക്തിവാദിയായി നമ്മൾ ചിന്തിച്ചാൽ, ഒരു ശക്തിയെ, ഒരു എനർജിയെ കാണാതിരിക്കാൻ നമുക്ക് അസാധ്യമാണ്. യുക്തമായിട്ടായിരിക്കണം നമ്മൾ ദൈവവിശ്വാസം സെലക്ട് ചെയ്യേണ്ടത്. ഫിലോസഫികളും ചിന്തകളും, അത് സൃഷ്ടിച്ച വൈകാരികതകളും, അത് സൃഷ്ടിച്ച പേടിപ്പെടുത്തലുകളും മനുഷ്യനെ ഏതോ ഒരു ദൈവത്തെ കാണിച്ചു തരുന്നു. പക്ഷെ അത് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന, ഇപ്പോൾ നാം ഈ നിമിഷത്തിൽ നമ്മുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ, ഈ നിമിഷത്തെ പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ ചെന്നെത്തുമ്പോൾ, നമ്മളുടെ സൃഷ്ടിപ്പിൻ്റെയും ഈ പ്രപഞ്ച സത്യങ്ങളുടെയും അറിവിലേക്ക് നമ്മളിങ്ങനെ ദൃഷ്ടി പതിപ്പിക്കുമ്പം അനുഭവിക്കുന്ന ആ ദൈവം അല്ലാതെ, ആ ദൈവം അവിടെ തർക്കിക്കപ്പെടേണ്ടതില്ല, ആ ദൈവം അവിടെ പരിഹസിക്കപ്പെടേണ്ടതില്ല. ആ ദൈവത്തിന് വേണ്ടി നമ്മൾ വ്യത്യസ്ത സംഘടനകളായി, വ്യത്യസ്ത സംഘടനാ ലാബലുകളിലൂടെയുള്ള ഒരേ മതത്തിൻ്റെ അനുയായികളായി തർക്കിക്കേണ്ട ഒരാവശ്യവുമില്ല. ദാറ്റ് ഈസ് പ്രസൻറ്റ്, പ്രസൻറ്റ്, പ്രസൻറ്റ്. ഈ പ്രസൻറ്റ് ടെൻസിൽ ജീവിക്കാൻ മനുഷ്യൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും മനുഷ്യന് ദൈവഭക്തി, സമാധാനവും സന്തോഷവും നൽകാത്തത്. ഈ നിമിഷം എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസം മനുഷ്യൻ്റെ തലയിൽ, ചിന്തകളിൽ അരങ്ങേറിക്കുന്ന ഈ പ്രതിസന്ധികളിൽ നിന്ന് അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ ഇതിനു മുമ്പിൽ ഏറ്റവും വലിയ പരിചയമാണ്. ഏറ്റവും വലിയ പരിചയമാണ്. അതൊരു സ്വസ്ഥതയാണ്, ശാന്തിയാണ്. ഏതൊരു മതത്തിൻ്റെയും പേരെടുത്ത് നോക്കൂ, അവിടെയൊക്കെ ശാന്തി, ശാന്തി എന്ന് കാണാം. നോക്ക്, അസ്സലാമലൈക്കും എന്ന് പറയുമ്പോൾ ശാന്തിയാണ്. നിങ്ങൾക്ക് കാരുണ്യവാനായ ദൈവത്തിൻ്റെ ശാന്തി ഉണ്ടാവട്ടെ. കാരുണ്യം, കാരുണ്യം അത് ദൈവികതയാണ്. കാരുണ്യം, ശാന്തി അത് ദൈവികതയാണ്. ഓം ശാന്തി, ഓം സമാധാനം ഉണ്ടാവുകയാണ്. സ്വലാം അലൈക്കും, സ്വലാം, സ്വലാം ശാന്തിയാണ്. ഒരു മതത്തിൻ്റെയും പേരുകളിലൂടെ പറയുന്നില്ല. കാരണം ഈ നിമിഷത്തെ ദൈവത്തിന്, ഈ നിമിഷം നാം നിലനിൽക്കുന്ന ദൈവത്തിന് അതിനൊരു ലാബലില്ല. അതെല്ലാ ഈ ദൈവമില്ല എന്ന് പറയുന്നവൻ്റെയും ദൈവമുണ്ടെന്ന് പറയുന്നവരുടെയും, ദൈവത്തിന് വേണ്ടി വ്യത്യസ്ത സംഘടനകളിലായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കുന്നവരുടെയും ഒക്കെ ജീവനില്ലാത്തതിൻ്റെ, ശ്വാസത്തിൻ്റെ, ജീവിത സ്പന്ദത്തിൻ്റെ, ഹൃദയമിടിപ്പിൻ്റെ ഓരോ കോശത്തിൻ്റെ സസൂക്ഷ്മ ലെവലിൽ ഇപ്പോൾ അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന അതിൻ്റെയൊക്കെ സ്പന്ദനങ്ങൾ അറിയുന്ന യൂണിവേഴ്സൽ ഇൻ്റലിജൻസ് ആണ് ആ ദൈവം, ആണ് ആ ദൈവം. അതിനെ നമ്മൾ എത്ര കൊച്ചായി വ്യാഖ്യാനിക്കുമ്പോഴും, കേവലം മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ അവസ്ഥയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുമ്പോഴും
അത് മനുഷ്യ ചിന്തകളിലൂടെ വരുന്ന ദൈവികതയാണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഓരോ മനുഷ്യനും അവൻ്റെ ചിന്തകളിലൂടെ അവൻ്റെ വിശ്വാസം രൂപപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം അത് എപ്പോഴും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യ ചിന്തകളിലൂടെ വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട് എന്നുള്ളതാണ്. പക്ഷെ യാഥാർത്ഥ്യം അതെന്നും ഈ നിമിഷം അലൈവായിട്ട് ഇവിടെ ഉണ്ടാവും. ഒരു നിമിഷം നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കും. ഈ നിമിഷത്തിൽ നിങ്ങളുടെ ജീവിത സ്പന്ദനങ്ങളിലേക്കൊന്ന് തിരിച്ചറിയാം. നിങ്ങളുടെ കാൽപാദങ്ങൾ നിലത്ത് പതിയുന്നതായിട്ട് അനുഭവിച്ചറിയാം. നിങ്ങളുടെ ശരീരത്തിൽ ഓരോ ഭാഗങ്ങളിലൂടെ ഒന്ന് സ്കാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഹൃദയമിടിപ്പിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ ഓരോ കോശങ്ങളിലേക്കും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ ജീവൻ്റെ സ്പന്ദനങ്ങളിലേക്ക് അറിയിക്കുക. ഈ നിമിഷത്തെ ദൈവത്തെ അനുഭവിച്ചറിയാം. തർക്കിക്കേണ്ട, പരിഹസിക്കേണ്ട. നിങ്ങൾ ചിന്തകളിൽ അരങ്ങേറുന്ന ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിറഞ്ഞ സ്റ്റോറികളെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഈ നിമിഷത്തിലെ ഈ ദൈവികത എന്ന ഈ അനുഭവത്തോടൊപ്പം ചേർന്ന് നിൽക്കുക. ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പ്രശ്നങ്ങളുണ്ടായാലും അത് അസ്വസ്ഥതകളായി പരിവർത്തനം ചെയ്യില്ല. സ്വസ്ഥതയും ശാന്തിയും സമാധാനവും നിങ്ങളുടെ കൂടപ്പിറപ്പായി നിൽക്കും.